ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ, രാവിലെ തൊട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ച് പിടിയും കോഴിയും ഉണ്ടാക്കുന്നു. അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് ഇന്ന്. അപ്പോൾ അവിടെ ഇന്ന് നേർച്ച ഭക്ഷണം കൊടുക്കുന്നത് പിടിയും കോഴിയാണ്. അപ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കണ്ടല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കറി എൻ്റെ തലയിലായി കേട്ടോ. അമ്മ രാവിലെ തന്നെ പള്ളിയിലോട്ടും പോയി. ചിക്കൻ കറി ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെക്കും കേട്ടോ. അതിന് നന്ദി പറയേണ്ടത് വീണാസ് കറി വേൾഡിനോടാണ്. എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോസ് കാണാൻ നല്ല ഇഷ്ടമാണ്. കാരണം എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അങ്ങനെ എൻ്റെ ചിക്കൻ കറി റെഡിയായിട്ട് എത്തി കേട്ടോ. പിന്നെ പിടി ഉണ്ടാക്കുന്നത് അമ്മയാണ്. പൊടിയെടുത്ത് എന്തോരം തേങ്ങ ചേർക്കാവോ അത്രയും നല്ലതാണ് പിടിക്ക്. എന്നാലും തേങ്ങയുടെ ഈ വിലയ്ക്ക് നമുക്ക് ഇത്രയും തേങ്ങ ചേർക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് തേങ്ങ ചേർത്താൽ മതി. പിന്നെ അതിനകത്ത് ജീരകം ഇടുക. ഉപ്പും വെള്ളം എല്ലാം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആ ഉപ്പും വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴയ്ക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ ഇളക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി കൂട്ടി എടുക്കണം. ഇതിപ്പോൾ തിളച്ച വെള്ളമല്ലേ, നമ്മുടെ കൈ പൊള്ളി പോകും. അപ്പോൾ നമ്മൾ പശയുണ്ട്, അപ്പോൾ കയ്യിൽ വിട്ട് പോയാലും നന്നായിട്ട് പൊള്ളലേക്കും. അതുകൊണ്ട് ഇനി ഇതൊരു 5 മിനിറ്റ് തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിങ്ങനെ എടുത്ത് ചെറിയ എന്തോരം വലിപ്പം കുറച്ചെടുക്കാവോ അത്ര നല്ലതാണ്. അവൾ ആദ്യമേ ഇട്ടായിരുന്നു, ബാക്കി അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ബാക്കി ഇങ്ങനെ പെറുക്കിയിടുക. മൂടി വെക്കരുത്. മൂടി വെച്ചാൽ തിളച്ച് തൂവി സ്റ്റൗ എല്ലാം ആകും. അപ്പോൾ അതുകൊണ്ട് മൂടി വെക്കരുത്. ഒരു 15-20 മിനിറ്റ് കൂടുതൽ വേണ്ട. നമ്മളിത് നല്ല വാട്ടിയ വെള്ളത്തിൽ കുഴയ്ക്കുന്നതുകൊണ്ട് 15-20 മിനിറ്റ് മതി. അപ്പോൾ ആവി പറക്കണ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ പിടിയും കോഴിയും. അപ്പോൾ കഴിക്കാനായിട്ടിരിക്കുകയാണ്. ചൂടൊക്കെ മാറിക്കഴിഞ്ഞാണ് കേട്ടോ കഴിക്കുന്നത്. ചിക്കൻ കറിയിൽ നന്നായിട്ട് മുക്കി ഇച്ചിരി പീസും കൂടെ എടുത്ത് ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണാം. ബൈ.